അടിപൊളിയായിട്ടുണ്ട്, കേമമായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. ഇവ മൂന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അർത്ഥം, മീനിങ് ഒന്ന് തന്നെയാണെങ്കിലും ഇവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇമോഷൻ വേറെ വേറെയാണ്. ശരിയല്ലേ? എല്ലാ പ്രേക്ഷകർക്കും ദ ബ്രാൻഡ് ബിൽഡിംഗ് പ്രോസസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ പതിവുകാരനുണ്ട്, മിസ്റ്റർ ജീവൻ. ജീവൻ നമസ്കാരം. മാത്രമല്ല നമ്മുടെ കൂടെ മറ്റൊരു വ്യക്തി കൂടെ ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഒരുപക്ഷെ കണ്ടു കാണും. മിസ്റ്റർ ശിവകുമാർ സാറ് കഴിഞ്ഞ 20 വർഷമായിട്ട് കണ്ടന്റ് റൈറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ടീമിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശിവകുമാർ സാർക്ക് നമസ്കാരം. ഹായ് സിജു. ബ്രാൻഡിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ടോൺ ഓഫ് വോയിസ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിക്കൽ എലിമെന്റ് പോലെ ലോഗോവും അതിൻ്റെ മറ്റ് ഡിസൈനിങ് എലമെന്റ്സ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടോൺ ഓഫ് വോയിസ് എന്ന് പറയുന്നത്. ഈ വീഡിയോയിലൂടെ ടോൺ ഓഫ് വോയിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ജീവ, എൻ്റെ ചോദ്യം ഇതാണ്, എന്താണ് ടോൺ ഓഫ് വോയിസ്? സോ ഒരു ബ്രാൻഡിന്റെ ടോൺ ഓഫ് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ദ ബ്രാൻഡ് സ്പീക്കിംഗ് ടു ദ കസ്റ്റമർ. ഒരു കസ്റ്റമറുമായിട്ട് അല്ല, നമ്മുടെ മൊത്തം കസ്റ്റമർ കമ്മ്യൂണിറ്റിയുമായിട്ട് ഈ ബ്രാൻഡ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ വാല്യൂസ്, ആ കോർ എലമെന്റ്സ് ഒക്കെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ടോൺ ഓഫ് വോയിസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ടൗണിൽ പോവാണ്, ഒരു സാധനം പർച്ചേസ് ചെയ്യണം, ഡിഫറെന്റ് കടകൾ കയറി ഇറങ്ങാണ്. അപ്പോൾ ഒരു കടയിൽ പോയാൽ അവിടുത്തെ എക്സിക്യൂട്ടീവ് നമ്മളോട് സംസാരിക്കുന്ന ടോൺ ഓഫ് വോയിസിലായിരിക്കില്ല മറ്റൊരു എക്സിക്യൂട്ടീവ് അടുത്ത കടയിൽ സംസാരിക്കും. സിമിലർലി ഓരോ പേഴ്സൺസിനും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അതനുസരിച്ചായിരിക്കും അവരുടെ സംസാരം. അതുപോലെ ഓരോ ബ്രാൻഡിനും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ പേഴ്സണാലിറ്റി അനുസരിച്ചായിരിക്കണം ആ ബ്രാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഒരു പെർട്ടിക്കുലർ ഒരു ബ്രാൻഡ് എടുക്കുക, ആ ബ്രാൻഡിന്റെ കോർ വാല്യൂസ് എന്ന് പറയുന്നത് ചിലപ്പം ഒരു കുട്ടികളെ ഉദ്ദേശിച്ച പ്രൊഡക്ട്സ് ആയിരിക്കും. അപ്പം പാരന്റ്സിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടോൺ ഓഫ് വോയിസിൽ വളരെ സ്മൂത്ത് ആയിട്ട്, സിജു പറയാനുള്ള മദറിഷ് ആയിട്ടുള്ള ഒരു ടോൺ ഓഫ് വോയിസ് ആയിരിക്കും അവരുടേത്. അത്തരത്തിൽ ഓരോ ബ്രാൻഡിനും അവരുടേതായ ടോൺ ഓഫ് വോയിസ് ഉണ്ട്. അതായത് ജീവ, ഈ ഹലോ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ പറയാൻ കഴിയും. ഇപ്പോൾ ഹലോ എന്ന് പറയാം, ഒപ്പം തന്നെ ഗ്രീറ്റിംഗ്സ് എന്ന് പറയാം, ഗുഡ് ഡേ എന്ന് പറയാം, ഹൗ ഡു യു ഡു എന്ന് പറയാം. ഇത് മൂന്ന് പറയുമ്പോഴും അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് 3 ഇമോഷൻസ് ആണ്. ഇപ്പോൾ ജീവൻ പറഞ്ഞു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോ സെയിൽസ് പേഴ്സണും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്, ഓരോ പ്രോഡക്റ്റിനും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്. ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സമയത്ത്, പ്രോഡക്റ്റിന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ബ്രാൻഡിന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സമയത്ത് അതിന് താഴെ വരുന്ന മെയിൻ എലമെന്റ്സ് എന്തൊക്കെയാണ്? സിജു, ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോയിന്റ്സ് ആണ്. പോയിന്റ് നമ്പർ 1 ഇസ് ഇതിന്റെ ക്യാരക്ടറാണ്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന്റെ ആയാലും അയാൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് അയാളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. സിമിലർലി ബ്രാൻഡിന്റെ കേസിലും ആ ബ്രാൻഡ് എന്താണ് സംസാരിക്കുന്നത് അതാണ് ആ ബ്രാൻഡിന്റെ ക്യാരക്ടർ. അത് കണ്ടിട്ടാണ് ആൾക്കാർ ഇവരെ ബ്രാൻഡ് നല്ലതാണോ, ഇവരുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് ആ കസ്റ്റമറിന് ഇവരെ ബ്രാൻഡ് എക്സ്പീരിയൻസ് അവരെ മനസ്സിൽ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ക്രൂഷ്യലായ എലമെന്റ്. അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവം വെളിവാവുന്നത് ആ വ്യക്തി പറയുന്ന വാക്കുകൾ വെച്ചുകൊണ്ടാണ്. ഇതേപോലെ തന്നെയാണ് ഒരു ബ്രാൻഡിന്റെ ക്യാരക്ടർ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. കാരണം ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ബ്രാൻഡ് നമ്മളൊരു വ്യക്തിത്വം നൽകുകയാണ്, പേഴ്സണാലിറ്റി നൽകുകയാണ്. അപ്പം അങ്ങനെ നൽകുന്ന സമയത്ത് ആ ബ്രാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേർഡിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വേർഡിങ്സിന് അനുസരിച്ചിട്ടായിരിക്കും ആ ബ്രാൻഡിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ശരിയല്ലേ ജീവ? അതെ അതെ അതെ. അഗെയിൻ ഇത് തന്നെയാണ് ഈ ബ്രാൻഡിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇത് തന്നെയായിരിക്കും. അപ്പം ഫോർ എക്സാമ്പിൾ, ഐ ആം ലവിങ് ഇറ്റ് എന്ന് കേൾക്കുമ്പം ഏത് ബ്രാൻഡാണ് നമ്മൾ മനസ്സിലേക്ക് വരിക? അതവരുടെ ഐഡന്റിറ്റിയാണ്. ആ ബ്രാൻഡ് ഏതാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് കമന്റ് ചെയ്യുക. അഗെയിൻ ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ ഈ ഫെമിലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൾക്കാർക്ക് എത്രത്തോളം ഫെമിലിയർ ആകുന്നോ അത്രത്തോളം ഇത് ആൾക്കാരിൽ എത്തുന്നു എന്നതാണ്. അപ്പം ആൾക്കാർക്ക് ഇത് കൂടുതൽ സമയം ഫെമിലിയർ ആക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക് വരുന്നത്. ഫെമിലിയാരിറ്റി എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം ആഡ് ചെയ്യേണ്ടത്, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ടോൺ ഓഫ് വോയിസ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കണം. അല്ലാത്ത പക്ഷം ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാവില്ല. ഒരു ടോൺ, ഇപ്പോൾ നമ്മളൊരു ബോൾഡ് ആയിട്ടുള്ള വേർഡിങ്സ് ആണ് ഒരു ബ്രാൻഡിന് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് നമ്മൾ സ്ഥിരമായിട്ട് ആ ബോൾഡ് ആയിട്ടുള്ള വേർഡിങ്സ് ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ഒരു ഫെമിലിയാരിറ്റി ഉണ്ടാവത്തുള്ളൂ, അവിടെ ഒരു യുണീക്നെസ് ഉണ്ടാവത്തുള്ളൂ. അല്ലേ ജീവ? അതെ, സിജു പറഞ്ഞ അവസാന പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യുണീക്ക് ആയിരിക്കണം. നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ ആൾക്കാർക്ക് ഫെമിലിയർ ആവുന്ന രീതിയിലൊക്കെ ചെയ്താലും
വളരെ യുണീക്കായിട്ട് മറ്റൊരു ബ്രാൻഡും ആ രീതിയിൽ സംസാരിക്കാത്ത രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. ഇല്ലെങ്കിൽ അതിനകത്തൊരു യുണീക്നെസ് ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ യുണീക്കായൊരു ടോൺ ഓഫ് വോയിസ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അഗെയിൻ ഇതിനകത്ത് ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ആൾക്കാർ നമ്മൾ എന്ത് പറയുന്നു എന്ന് കേട്ടാണ് വിശ്വസിക്കുക. അപ്പം നമ്മളെ ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ് ഇത്തരം ടോൺ ഓഫ് വോയിസിലൂടെയാണ് ബിൽഡ് ചെയ്യേണ്ടത്. അതും കൂടെ ഇതിൽ വളരെ ക്രൂഷ്യൽ ആയ ഒരു എലമെന്റ് ആണ്. തീർച്ചയായിട്ടും. നമ്മളുടെ ജാർഗൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശിവകുമാർ സർ, ഈ പല സ്ഥാപനങ്ങളും സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുന്ന കുറെ ജാർഗൺ വേർഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് ശിവകുമാർ സാർ? ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ദ മോസ്റ്റ് ട്രസ്റ്റ് വർത്തി, അതുപോലെ നമ്പർ 1, ലീഡിങ്, ഇങ്ങനെയുള്ള കുറെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഇങ്ങനെയുള്ള യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ക്രെഡിബിലിറ്റിയുടെ ഒരു വിശ്വാസ്യതയുടെ ഒരു പ്രശ്നം നമുക്ക് തോന്നുക. അങ്ങനെ കുറെ വാക്കുകളുണ്ട്. നമ്പർ 1 എന്ന് മിക്കവാറും ഉപയോഗിക്കുന്നു. അതുപോലെ ബെസ്റ്റ്, ഓക്കെ, ട്രഡീഷൻ, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കാണുന്നുണ്ട്. ചില സ്റ്റാർട്ടപ്പുകൾ അവർ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അപ്പോൾ തന്നെ അവർ എഴുതി കാണിക്കും ദ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഇൻ കേരള, ദ മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. കാരണം ബിസിനസ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ, ആ സമയത്താണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാവാം എത്രത്തോളം വിശ്വസ്തതയുള്ള ഒരു സ്ഥാപനമാണ് ഇതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ബ്രാൻഡിങ്ങിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിൽ ഒരുപാട് ജാർഗൺസ് ഉണ്ട്. അപ്പോൾ അതിനെ ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം. അവിടെയാണ് നമ്മൾ യുണീക്നെസ് എന്ന് പറഞ്ഞിട്ട് ജീവൻ പറഞ്ഞൊരു ടേം ഉണ്ടായിരുന്നു, യുണീക്നെസ്. പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ് യുണീക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ യുണീക്ക് ആയിട്ടുള്ള കുറച്ച് വേർഡിങ്സ്, കുറച്ച് സെന്റൻസുകൾ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ബ്രാൻഡ് ഐഡന്റിറ്റി ആയിരിക്കാം. ശരിയല്ലേ ശിവകുമാർ? ശരിയാണ്. നമ്മൾ എന്നും കണ്ടുവരുന്ന കുറെ വാക്കുകളുണ്ട്, കുറെ ക്ലീഷേ വേർഡ്സ്. ദ മോസ്റ്റ് ട്രസ്റ്റ് വർത്തി, ദ ലീഡിങ്, നമ്പർ 1 എന്ന് പറയുന്നത്, ദ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷെ അതിൽ നിന്നെല്ലാം മാറിയിട്ട് നമ്മൾ മറ്റ് ചില ടൈറ്റിലുകൾ, മറ്റ് ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ പുതിയൊരു വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അതിൽ വരുന്ന ബ്രാൻഡ് വോയിസിൽ വരുന്ന കൺസിഡർ ചെയ്യേണ്ട കുറച്ച് എലമെന്റ്സ് ആണ് കേഡൻസ്. കേഡൻസ് ഈസ് ദ മോഡുലേഷൻ. നമ്മൾ പറയുന്നതിന്റെ, അത് കൺവേ ചെയ്യുന്നതിന്റെ ഒരു മോഡുലേഷൻ ഓഫ് വോയിസ്. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ, ഹെൽപ്പ് മീ പ്ലീസ് എന്ന് പറയുന്നതും ഹെൽപ്പ് മീ പ്ലീസ് എന്ന് പറയുന്നതിലും വ്യത്യാസമുണ്ട്. അതിന്റെ ഒരു ടോൺ വ്യത്യാസമുണ്ട്. അതുപോലെ ആണ് വോയിസ് ഇൻഫ്ലെക്ഷൻ, ദ ഇൻറ്റോനേഷൻ, ദ സ്ട്രെസ് വി ഗിവ്. ഒരു സ്ട്രെസ് വേർഡ്സിന് നമ്മൾ കൊടുക്കുന്ന, പറയുന്ന ഒരു സെന്റൻസിൽ വേർഡ്സിന് കൊടുക്കുന്ന ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊരു എലമെന്റ് ആണ് ലെങ്ത് ഓഫ് സ്പീച്ച്. നമ്മൾ ഒരുപാട് വാക്കുകൾ അങ്ങ് എഴുതുകയും പറയുകയുമല്ല, അതിന് പകരമായി വളരെ ക്ലാരിറ്റിയോട് കൂടി, എനൺസിയേഷൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടി ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ക്ലാരിറ്റിയോട് കൂടി കുറച്ച് വാക്കുകൾ മാത്രം പറഞ്ഞ് നമ്മളെ വോയിസ് എന്താണെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കുക, അത് ഫെമിലറൈസ് ചെയ്യുക. ആ ഫെമിലിയാരിറ്റിയിൽ നിന്നാണ്, ആ ഒരു വാംത്ത്, നമ്മൾ ആ പറയുന്നതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ വാംത്തിൽ നിന്നാണ് നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ട്രസ്റ്റ് വർത്തി എന്നത് പറഞ്ഞത് കൊണ്ടോ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞത് കൊണ്ടോ അല്ല നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുക. അവിടെ ക്രെഡിബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്കൊരു വാംത്ത് എലമെന്റ്, ഒരു ഇമോഷൻ എലമെന്റ് കൂടി ഈ ഇതിനകത്ത് നമ്മൾ കൊണ്ടുവരണം. അതിനാണ് ശ്രദ്ധിക്കേണ്ടത് സിജു. അതായത് നമുക്ക് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ശിവകുമാർ സാർ പറഞ്ഞത് വെച്ചിട്ട് ഒരു 3-4 പോയിന്റ്സ് നമുക്ക് എടുക്കാൻ കഴിയുകയാണെങ്കിൽ, ഒന്ന്, നമ്മുടെ പ്രോഡക്റ്റ് കൺവേ ചെയ്യുന്ന ഇമോഷൻ എന്താണ്. ഇപ്പോൾ കണ്ണനുണ്ണിയുടെ പ്രോഡക്റ്റിനാണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ട്രഡീഷനാണ്. ട്രഡീഷണൽ വാല്യൂസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രഡീഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം അല്ല. അവിടെ നമുക്ക് കേമം എന്നോ ഗംഭീരം എന്നോ ഡെഫിനറ്റ്ലി നമുക്കത് യൂസ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം നമ്മളത് സെല്ല് ചെയ്യുന്നത് പുറത്തേക്കാണ്, ഇന്ത്യക്ക് പുറത്തേക്കാണ്. അപ്പോൾ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന നല്ല ഇംഗ്ലീഷ് വേർഡ്, ട്രഡീഷനുമായി കണക്ട് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ടേംസ് ആയിരിക്കണം അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ പ്രോഡക്റ്റിന്, ചില പ്രോഡക്റ്റിൻ്റെ തീം എന്ന് പറയുന്നത് ഫണ്ണി ആയിരിക്കും. അപ്പോൾ ഫണ്ണി ആവുന്ന സമയത്ത് അവിടെ കേമം ഗംഭീരം എന്ന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. അവിടെ നമുക്ക് അടിപൊളിയെന്നോ പൊളിയെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഇമോഷൻ എന്താണ്, ബ്രാൻഡിൻ്റെ ഇമോഷൻ എന്താണ്, സ്ഥാപനത്തിൻ്റെ വാല്യൂ എന്താണ്, ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം നമ്മുടെ ടോൺ ഓഫ് വോയിസ് ഡിസൈഡ് ചെയ്യേണ്ടത്. ആൻഡ് ഷുവർ സാർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ലെങ്ത് ആണ്. നമ്മൾ വാരി വരിച്ച് എഴുതുന്നതല്ല, എത്രത്തോളം മിനിമം. നമ്മൾ ലോഗോൻ്റെ കാര്യം മുമ്പ് പറഞ്ഞല്ലോ, ഒരുപാട് മൈന്യൂട്ട് ഡിസൈൻ ചെയ്ത് കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയിലല്ല വേണ്ടത്. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ, എത്രത്തോളം വേർഡ്സിൻ്റെ നമ്പേഴ്സ് കുറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം ഇമോഷൻസ് പവർഫുൾ ആയിരിക്കും. ഐ ആം ലവിങ് ഇറ്റ് കഴിഞ്ഞു, ഐ ആം ലവിങ് ഇറ്റ് ജസ്റ്റ് 3 വേർഡ്സും കൊണ്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു, മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലായിരിക്കണം നമ്മൾ ടോൺ ഓഫ് വോയിസിൽ ഈ ബ്രാൻഡ് വോയിസ് ഡിസൈഡ് ചെയ്യേണ്ടത്.
ഒരു ബ്രാൻഡിന്റെ ടോൺ ഓഫ് വോയിസ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്പർ 1 ആയിട്ടുള്ള കാര്യമാണ് അവരെന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്. ഈ ഒരു ബ്രാൻഡ് എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതിൽ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ തന്നെ വിഷൻ മിഷൻ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ കോർ വാല്യൂസ് എന്തൊക്കെയാണ്, അവരുടെ ആ ഓർഗനൈസേഷന്റെ കൾച്ചർ എന്താണ്, ഇത്തരം കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണ് നമ്മുടെ ആപ്പിൾ, യൂഷ്വലി ഞാൻ സംസാരിക്കാറുള്ള പോലെ തന്നെ ആപ്പിളിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവര് പലപ്പോഴും ഇന്നോവേഷൻ ആണ് അവരുടെ ഒരു കോർ വാല്യൂ. ഇന്നോവേഷൻ, അതുപോലെ തന്നെ അവരിത്തരത്തിലുള്ള കുറെ വേർഡ്സ് അവരെപ്പോഴും കീനോട്ടിലൊക്കെ പറയാറുള്ള പോലെ തന്നെ ദിസ് ഇസ് ദ ബെസ്റ്റ് ഐഫോൺ വി ആർ എവർ മെയ്ഡ് എന്ന് എല്ലാ കീനോട്ടിലും പറയും. ദിസ് ഇസ് ഇൻക്രെഡിബിൾ, ഇന്നോവേറ്റീവ്, അങ്ങനത്തെ കുറെ വേർഡ്സ് ആണ്. അവർ കുറെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആൾക്കാർ, ഇന്നോവേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന തിങ്ക് ഡിഫറൻറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ അതാണ് അവരുടെ വാല്യൂസ്. അപ്പം അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ അത്തരത്തിലുള്ള വാല്യൂസ് സ്റ്റേറ്റ്മെന്റ്സ് അല്ല, അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റാം. സോ അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ്, ആ ബിസിനസിന്റെ മിഷനും എന്താണ്, നമ്മുടെ കോർ വാല്യൂസ് എന്തൊക്കെയാണ്, ഈ ഓർഗനൈസേഷന്റെ കൾച്ചർ എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഒന്ന് കൺസിഡർ ചെയ്യാം. സെക്കൻഡ്, ഇനി ഒന്ന് ബിസിനസ് ആണ്. സെക്കൻഡ് നമ്മൾ വരുന്നത് ഓഡിയൻസ് ആണ്. ഏത് തരത്തിലുള്ള ഓഡിയൻസ് ആണ് നമുക്ക് ഉള്ളതെന്ന്. ഒരു പക്ഷേ ആ ഓഡിയൻസിന്റെ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ നോക്കേണ്ടി വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന കമ്പനി ഫോക്കസ് ചെയ്യുന്നത് മാതാപിതാക്കളായിരിക്കും, പാരൻസിനായിരിക്കും, മദേഴ്സിനെയൊക്കെ ആയിരിക്കും. അപ്പൊ അവരുടെ ഏജ് ഗ്രൂപ്പ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ദെൻ ഇപ്പൊ ഒരു പ്രീമിയം ആയിട്ടുള്ള പ്രൊഡക്റ്റ്, വളരെ പ്രീമിയം ആയിട്ട് ലൈക്ക് ചില കമ്പനീസ്, ചില മൊബൈൽ ബ്രാൻഡ്സ് വളരെ എക്സ്ട്രീം പ്രീമിയം ഫോൾഡബിൾ ആയിട്ടുള്ള, സാംസങ്ങിന്റെ ഫോൾഡബിൾ ആയിട്ടുള്ള ഫോണൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ വളരെ പ്രീമിയം കമ്മ്യൂണിറ്റിനെ ഉദ്ദേശിച്ച് അവർ ഉണ്ടാക്കുന്നതാണ്. അത്തരത്തിലുള്ള ഫീച്ചേഴ്സും അത്തരത്തിലുള്ള ടോൺ ഓഫ് വോയിസും ആയിരിക്കും അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ വെബ്സൈറ്റിൽ പോയി കാണാൻ സാധിക്കും. സോ നമ്മൾ ഓഡിയൻസ് ആരാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾ ആരാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കും സംസാരിക്കുക. സിമിലർലി നമ്മളെ ബ്രാൻഡിന്റെ ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കി വളരെ ക്ലിയർ ഐഡിയ ഉണ്ടാക്കിയ ശേഷം മാത്രം ഈ ടോൺ ഓഫ് വോയിസ് ഉണ്ടാക്കുക. സോ ബിസിനസ്, അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ക്ലയൻസ്, കസ്റ്റമർ എന്ന് പറയുന്ന വീട്ടമ്മമാരാണെങ്കിൽ നമ്മൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതി മറ്റൊന്നാണ്. അതെ അതെ. നേരെ മറിച്ച് നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ഒരു യൂത്ത് ആണെങ്കിൽ അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ടോൺ ഓഫ് വോയിസ് വേറെയാണ്, അല്ലേ ജീവ? തീർച്ചയായും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആപ്പിൾ വാച്ചിന്റെ വെബ്സൈറ്റ് ഞാൻ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആപ്പിൾ വാച്ചിനെ കുറിച്ച് അവർ ഫസ്റ്റ് സെന്റൻസ് ഇതാണ്: യു ഹാവ് നെവർ സീൻ എ വാച്ച് ലൈക്ക് ദിസ്. പറഞ്ഞാണ് തുടങ്ങുന്നത്. ദിസ് വാച്ച് ഹാസ് എ ഡിസ്പ്ലേ ദാറ്റ് നെവർ സ്ലീപ്സ്. ഇതിന് ഓൾവേസ് ഓൺ ടൈം ഡിസ്പ്ലേ ആണെന്ന് പറയുന്നതിന്, ഓൾവേസ് ഓൺ ടൈം ഡിസ്പ്ലേ എന്ന് പറയുന്നതിന് പകരം ദിസ് വാച്ച് ഹാസ് എ ഡിസ്പ്ലേ ദാറ്റ് നെവർ സ്ലീപ്സ് എന്നാണ് പറയുന്നത്. അഗെയിൻ അവരുടെ അടുത്തൊരു ഫീച്ചറാണ് ഈ ഹാർട്ട് ബീറ്റ് സെൻസർ. നമ്മുടെ പല ബ്രാൻഡിലും ഉള്ള സാധനം തന്നെയാണ്, പക്ഷെ അവരിതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഹാസ് ആപ്സ് ടു കീപ് ആൻ ഐ ഓൺ യുവർ ഹാർട്ട്. ഇറ്റ് ഹാസ് ആൻ ആപ്സ് ടു കീപ് ആൻ ഐ ഓൺ യുവർ ഹാർട്ട്. ഇതിൽ ഹാർട്ട് ബീറ്റ് സെൻസർ ഉണ്ടെന്നല്ല, ഇറ്റ് ഹാസ് ആൻ ആപ്സ് ടു കീപ് ആൻ ഐ ഓൺ യുവർ ഹാർട്ട് എന്നാണ്. അത്തരത്തില് ആ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ, അവർ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടോൺ ഓഫ് വോയിസ് ആണ് ആപ്പിളിന്റെ കാണുന്നത്. അവിടെ നമ്മൾ ഇമോഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ഹൃദയത്തെ നോക്കുന്ന ഒരു കണ്ണ് ഞങ്ങൾക്കുണ്ട് എന്ന രീതിയിൽ അവർ പറയുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ആൾക്കാർ ചങ്കിലേക്ക് ഇടിച്ച് കയറുന്ന രീതിയിലായിരിക്കും, അല്ലേ ജീവ? അതെ. ഇതില് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന മൂന്നാമത്തെ പോയിന്റ്, ഒന്ന് ബിസിനസ് പറഞ്ഞു, ഓഡിയൻസ് പറഞ്ഞു, ദെൻ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. അപ്പൊ ഇതിനകത്ത് വരുന്ന കാര്യം തന്നെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്, അതുപോലെ ആൾക്കാർക്ക് അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ്, അത് എത്രത്തോളം യുണീക്കാണ്, അതിന്റെ വാല്യൂ പ്രൊപ്പോർഷൻസ് എന്തൊക്കെയാണ്. ഇപ്പൊ നമ്മൾ ഈ വാച്ചിന്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഇതിൽ ഈ സാധനമൊക്കെ വന്നു. അവരുടെ വാച്ചിന്റെ ഫീച്ചർ ഇതാണ്, പക്ഷെ ആൾക്കാർക്ക് എന്താണ് കിട്ടുന്നത്, അവരുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇത് മറ്റ് കമ്പനികളിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസത്തിന് വരുന്നത്, അതിനകത്ത് ECG കോമ്പണൻസ് ഒക്കെ ഉണ്ട്, അത് അടുത്ത പാരഗ്രാഫിൽ അവർ എഴുതിയിട്ടുണ്ട്. അത്തരത്തിലുള്ള അവരുടെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് എന്താണെന്ന് കൂടെ നോക്കിയിട്ടാണ് ഈ പറഞ്ഞ ടോൺ ഓഫ് വോയിസിലേക്ക് എത്തുന്നത്. അഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാം: ബിസിനസ് എന്താണ്, അവരുടെ ബിസിനസ്, ഓഡിയൻസ് ആരാണ്, ദെൻ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്താണ്. സോ ഞാൻ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ തന്നെ ബിസിനസ്സിലേക്ക് വരികയാണ്. അതിൽ ബിസിനസ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ആപ്പിളിന്റെ കോർ വാല്യൂസ്, അവരുടെ ബിസിനസ് കൾച്ചർ, ഇതൊക്കെ വരുന്നത് കീവേഡ്സ് എന്ന് പറയുന്ന പറ്റുന്ന കാര്യങ്ങൾ: ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി,
അത്തരത്തിലുള്ള ഒരു ഇൻസ്പയറിംഗ് അങ്ങനത്തെ കുറച്ച് ടേംസ് ആണ് അവർക്ക് ഉണ്ടാവുക. സോ അവരുടെ ഒരു ടോൺ ഓഫ് വോയിസ് എന്താണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇനി ഗൂഗിളിലേക്ക് വരികയാണെങ്കിൽ ഗൂഗിളിന്റെ ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: അവർ മിഷൻ ഇസ് ടു ഓർഗനൈസ് ദ വേൾഡ്സ് ഇൻഫർമേഷൻ ആൻഡ് മേക്ക് ഇറ്റ് യൂണിവേഴ്സലി ആക്സസിബിൾ ആൻഡ് യൂസ്ഫുൾ. കുറച്ചും കൂടെ യൂസ്ഫുൾ, ഈസിനെസ് ആണ് അവരുടെ ഒരു കീ വാല്യൂ. ആൾക്കാർക്ക് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട്, യൂസർ ഫ്രണ്ട്ലി ആയിട്ട്, ആക്സസിബിൾ ആയിട്ട്, അത്തരത്തിലുള്ള ഒരു അവരുടെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന ടേംസും കീവേഡ്സും ഒക്കെ ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ അവരുടെ ജീവൻ, എനിക്ക് തോന്നുന്നത് അവർ കൂടുതൽ ടാസ്ക് ഓറിയന്റഡ് ആണ് തോന്നുന്നത്. അവരുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ടോൺ കുറച്ചുകൂടി ടാസ്ക് ഓറിയന്റഡ്. ഇവർ ആപ്പിളിന്റെ ആണെങ്കിൽ കുറച്ചുകൂടി പീപ്പിൾ ഓറിയന്റഡ് ആണ് തോന്നുന്നു. എങ്ങനെ, എന്ത് പറയണം? കറക്റ്റ്. ഞാൻ അതിലേക്ക് വരികയാണ്. അതായത് അവരുടെ ഫോൺ ഉണ്ട്, പിക്സൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവർ വെബ്സൈറ്റ് കൊടുത്തേക്കുന്ന ടേംസ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. വൈ ഗൂഗിൾ പിക്സൽ ആണ് ചോദ്യം. ഗൂഗിളിന്റെ ഫോണാണ്. ദ ഹെൽപ്ഫുൾനെസ് ഓഫ് ഗൂഗിളിന്റെ ഗൂഗിൾ ആപ്പ് അതിനകത്തുണ്ട്. ദ ഹെൽപ്ഫുൾനെസ്, not the point. Always great picture. ഒരു ഗ്രേറ്റ് പിക്ചേഴ്സ് എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റും, എപ്പോഴും. ഓക്കെ, ഗെറ്റ് മോർ ഡൺ വിത്ത് യുവർ വോയിസ്. നിങ്ങളുടെ വോയിസ് വെച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു ടോൺ ഓഫ് വോയിസ് ആണ് അവർക്ക് വരുന്നത്. ഈസിനെസ്, കാര്യങ്ങൾ ചെയ്യുക, ടാസ്ക് ബേസ്ഡ്, എക്സാക്ട്ലി ടാസ്ക് ബേസ്ഡ് കാര്യങ്ങൾ ഈസി ആക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ആപ്പിളിൻ്റെ കുറച്ചും കൂടി ഇന്നോവേഷൻ, അല്ലെങ്കിൽ പുതിയ സാധനമാണ്, ഇന്നോവേറ്റീവ് ആണ്, ഇത് സെക്യൂർ ആണ്, അത്തരത്തിലുള്ള അവരുടെ കോർ വാല്യൂസും ടോൺ ഓഫ് വോയിസും. സോ വളരെ സിമ്പിൾ ആയിട്ട് കാണാവുന്ന ഒരു എക്സാമ്പിൾ ആണിത്. ഇനി മറ്റു ബ്രാൻഡ്സിലേക്ക് പോയാൽ, മൈക്രോസോഫ്റ്റ് എടുത്താലൊക്കെ ഇതിൽ ആ വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്ര ചുരുക്കി പറയുന്നത്. എല്ലാവരും അവരുടെ ആപ്പിളിന്റെയും ഗൂഗിളിന്റെ വെബ്സൈറ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ തന്നെ ഈ ടോൺ ഓഫ് വോയിസിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജീവൻ, എനിക്ക് തോന്നുന്നത് ഈ പ്രോഡക്റ്റ് സർവീസിനകത്ത് ഓരോ ഉൽപ്പന്നത്തിനും അവരുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട്, ഒരു വാല്യൂ പ്രപ്പോർഷൻ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ചില പ്രോഡക്റ്റുകളുടെ വാല്യൂ എന്ന് പറയുന്നത് ഫാമിലി ബോണ്ടേജ് ആയിരിക്കും. ഇപ്പോൾ നമുക്കറിയായിരിക്കാം, ഒരു പരസ്യം നമ്മുടെ മനസ്സിൽ പണ്ട് മുതലേ നമ്മൾ കണ്ട് പരിചയിച്ച ഒരു പരസ്യമാണ്. അതായത് ഒരു അച്ഛനും മോനും ഒരു ഗാർഡനിലോ മറ്റോ ഇരിക്കുകയാണ്, വീടിൻ്റെ പുറത്ത് ഇരിക്കുകയാണ്. അച്ഛൻ്റെ മുണ്ട് ഊരി പോവാണ്. അപ്പോൾ മുണ്ട് ഊരി പോകുന്ന സമയത്ത് മകൻ്റെ അടുത്ത് വന്നിട്ട് കെട്ടിത്തരാൻ പറയാണ്. അപ്പോൾ മകൻ ദേഷ്യപ്പെടുകയാണ്. ആ പരസ്യം ഓർമ്മയില്ലേ? ഏതായിരുന്നു? ഉദയം മുണ്ടുകളുടെ മറ്റേ പരസ്യമാണ്. അപ്പൊ അതിനകത്ത് ആ മുണ്ട് നല്ലതാണെന്നോ മുണ്ടിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ഒന്നുമല്ല സംസാരിക്കുന്നത്. ഈ അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പും ഈ മകൻ ചെറുപ്പത്തിൽ മുണ്ടഴിഞ്ഞു പോകുമ്പോൾ അച്ഛൻ കെട്ടിക്കൊടുക്കുന്നതും, അത്തരത്തിൽ ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഒരു കാര്യം, ഈ വാല്യൂ അവർ കൺവേ ചെയ്യുന്നുണ്ട്. രണ്ട്, ഇത് ആ മകൻ ചെറുപ്പകാലം തൊട്ടേ കണ്ടുവരുന്ന ഒരു മുണ്ടാണ്, അല്ലെങ്കിൽ ബ്രാൻഡാണിത്. അത്തരത്തിലുള്ള കുറച്ച് വാല്യൂസും കൂടെ നമ്മൾ അറിയാണ്ട് നമ്മളിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ടോൺ ഓഫ് വോയിസിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം ഗ്രാഫിക്കൽ എലമെന്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അതേ അളവിൽ തന്നെ ടോൺ ഓഫ് വോയിസ് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവിടെ ബ്രാൻഡിങ് നടക്കുന്നത്. ഇനി നമുക്ക് ഒരു 3-4 ഇന്റർനാഷണൽ ബ്രാൻഡുകളെ കുറിച്ചിട്ട് നോക്കാം. ഇപ്പോൾ ഊബർ എന്ന് പറയുന്ന ബ്രാൻഡ്, നമുക്കറിയാമല്ലോ, അവർ ടാക്സി സർവീസാണ്. ഊബറിന് ഒരു കാറ് പോലും സ്വന്തമായിട്ടില്ല, പക്ഷെ അവർ ടാക്സി സർവീസാണ് നടത്തുന്നത്. അപ്പോൾ അവരുടെ മെയിൻ ആയിട്ടുള്ള ഈ ടോൺ ഓഫ് വോയിസിലെ എലമെന്റ് കീവേഡ്സ് എന്ന് ഞങ്ങൾ പറയും. ഇത്തരത്തിലുള്ള കീവേഡ്സ് നോക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ പരസ്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് സിമ്പിൾ ആയിട്ടായിരിക്കും കാര്യങ്ങൾ. 1-2 വേർഡ്സ് വെച്ചിട്ടായിരിക്കും. വെബ്സൈറ്റ് അവരുടെ കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 1-2 വേർഡ്സ് വെച്ചിട്ടായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ബോൾഡ് ആയിട്ടായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാർലി ഡേവിഡ്സൺ എല്ലാവർക്കും അറിയാവുന്ന ഒരു വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അവരുടെ ടോൺ ഓഫ് വോയിസിലത്തെ മെയിൻ എലമെന്റ് എന്തൊക്കെയായിരിക്കും ചെയ്യുക? ഹാർലി ഡേവിഡ്സൺ എന്ന കമ്പനി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്നത് സ്ട്രോങ്, കോൺഫിഡന്റ്, അഗ്രസീവ്, ഇത്തരത്തിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള, കുറച്ചും കൂടെ റഫ് ആയിട്ടുള്ള ഒരു ടോണാണ്. അപ്പം കുറച്ചും കൂടെ റഫ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ, ഈ ഒരു അറിയാലോ നമുക്ക് ഹാർലി ഡേവിഡ്സൺ അത് ഈ ഇമോഷൻ പറഞ്ഞു തരാൻ പറ്റുന്നതല്ല. അത്തരം കീവേഡ്സ് വഴി, അല്ലെങ്കിൽ ടോൺ ഓഫ് വോയിസ് വഴി ഇതാണ് അവർ കൺവേ ചെയ്യുന്നത്. അപ്പം ഇതൊരു ഹാർഡ് ജോബാണെന്ന് പറയാൻ കാര്യം ഇതാണ്. നമുക്കത് ഒരു സിമ്പിൾ സെന്റൻസിൽ നമുക്ക് പെട്ടെന്ന് കൺവേ ചെയ്യാൻ പറ്റില്ല. അവർ ഇത്രയും കാലം കൊണ്ട് ബിൽഡ് ചെയ്ത് വെച്ച ഒരു ബ്രാൻഡാണത്. അതുപോലെ തന്നെയാണ് കൊക്കക്കോള വർഷങ്ങളായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. കൊക്കക്കോളയുടെ അവർ പോസിറ്റീവ് ആയിട്ടുള്ള വേർഡിങ്സ് ആണ് അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. റീഫ്രഷിംഗ് ആയിട്ട്, പോസിറ്റീവ് ആയിട്ട്, ഡൗൺ ടു എർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു തട്ടുകടയിലെ പോലും അവർ കാണിച്ച് അതിനകത്ത് അവിടുത്തെ ഫ്രിഡ്ജിനകത്ത് ഈ ഒരു കൊക്കക്കോളയുടെ ബോട്ടിൽ കാണിച്ചിട്ടുള്ള രീതിയിലുള്ള അഡ്വർടൈസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും, ഡൗൺ ടു എർത്ത് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അവരുടെ എല്ലാ
വേർഡിങ്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ? സിജു, ഇതുപോലുള്ള മറ്റൊരു ബ്രാൻഡാണ് ഓൾഡ് സ്പൈസ് എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം കമ്പനി. ഒരു മെൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പം അവര് ഏകദേശം 2010 ആണ് അവർ റീബ്രാൻഡിങ് നടത്തിയത്. അപ്പം അവരുടെ മെയിൻ പ്രോഡക്ട്സ് ഞാൻ പറഞ്ഞ പോലെ ഈ മെൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ടോൺ ഓഫ് വോയിസ് ആണ് അവരുടെ. അത് കുറച്ചും കൂടെ ഫണ്ണി ആയിട്ടാണ്, ബട്ട് സ്റ്റിൽ ഒരു എന്താ പറയാ, ഒരു പുരുഷത്വം നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ, അതേസമയം ഒരു മാസ്കുലിൻ രീതിയിലാണ് അവർ ചെയ്യുന്നത്. മാത്രമല്ല അവർ അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറച്ചൊരു ഹ്യൂമറസ് ആണ്. ഹ്യൂമർ എലമെന്റ് ആണ് അതിനകത്ത് അവരുടെ വേർഡിങ്സിനകത്ത് എല്ലാം കൂടുതൽ കൊടുത്തിട്ടുള്ളത്. 2010 ശേഷം കേട്ടോ, അവർ ഏകദേശം 10 വർഷം ആയിട്ടുള്ളൂ അവര് ആ രീതിയിലുള്ള ടോൺ ഓഫ് വോയിസ് ഇടാൻ തുടങ്ങിയിട്ട്. അതുവരെ കുറച്ചുകൂടെ മറ്റൊരു രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് റിസർച്ചിന് ശേഷമാണ് അവർ ഇത്തരത്തിൽ കുറച്ച് ഹ്യൂമറസും കുറച്ചുകൂടെ മാസ്കുലിൻ ആയിട്ട് ആണുങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ള രീതിയിൽ അവർ ഇത്തരത്തിലുള്ള വേർഡിങ്സ്, ടോൺ ഓഫ് വോയിസ് ജീവൻ. അതുപോലെ തന്നെയാണ് ഡവ് എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ്. അപ്പോൾ ഈ ഡവിൻ്റെ പരസ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ ഡവ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് മുന്നോട്ടേക്ക് വയ്ക്കുന്ന അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ ടോൺ ഓഫ് വോയിസ് എന്താണ്? സിജു, ഡവ് എന്ന് പറയുന്ന ഈ ബ്രാൻഡ്, ഡവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് മനസ്സിലാവും. എനിവേ, അവരുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണുന്ന വളരെ സ്മൂത്ത് ആയിട്ടൊരു ഫ്ലോ ഉള്ളൊരു വേർഡിങ്സ് ആണ്. കുറച്ചും കൂടെ ക്യൂട്ട്നെസ് ഉള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ഇമോഷൻ. അത് വായിക്കുമ്പോൾ അത് നമ്മളെ കെയർ ചെയ്യുന്ന പോലത്തെ ഒരു വളരെ കെയർ ആണ് അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ സാധനം. അപ്പം അഗൈൻ പ്യൂരിറ്റി, ഇത്തരത്തിൽ വളരെ എന്താ പറയാ, അത്തരത്തിലുള്ള ഒരു ടോൺ ഓഫ് വോയിസ് ആണ്. വളരെ കെയർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് അവർ കൺവേ ചെയ്യുന്നത്. അപ്പം ഡോവിന്റെ ഒരു ടോൺ ഓഫ് വോയിസ് അതാണ്. ഇത്തരത്തിൽ ഓരോ പ്രോഡക്റ്റിനെയും ഓരോ കമ്പനിയെയും ഓരോ സ്ഥാപനത്തെയും ബ്രാൻഡാക്കി മാറ്റുന്നതിൽ വലിയൊരു പങ്കാണ് അതിൻ്റെ ടോൺ ഓഫ് വോയിസ് വഹിക്കുന്നത്. ഈ ഗ്രാഫിക്കൽ എലമെന്റ്സ് പോലെ തന്നെ അതിനോടൊപ്പം തന്നെ നിൽക്കാൻ കഴിയുന്ന ഒന്നാണ് ടോൺ ഓഫ് വോയിസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ ടോൺ ഓഫ് വോയിസ് എങ്ങനെയായിരിക്കണം? ചുരുക്കി പറഞ്ഞാൽ ഈ ടോൺ ഓഫ് വോയിസും കൂടി ചേർന്നിട്ടുള്ളതാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാടുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് സിജു രാജൻ സൈനിങ് ഓഫ്. And this is Jeevan signing off.